ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. യുവാക്കൾ തങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് വിവേകവും ആത്മവിശ്വാസവും ദൃഢപ്പെടുത്തി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. പുതിയതായി ചിന്തിക്കാനും പുതിയ രീതിയിൽ പ്രവർത്തിക്കാനും യുവാക്കൾ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 74ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ മോദി. ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെ അറിയുന്നതുപോലെ നമ്മുടെ രാജ്യത്തെ ശാസ്ത്രജ്ഞരെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ അസംഖ്യം ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനയിലൂടെയാണ് രാജ്യത്ത് ഇത്രയും ശാസ്ത്ര പുരോഗതി സാധ്യമായതെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ജലസംരക്ഷണത്തിന് നാം വലിയ പ്രാധാന്യം നൽകണമെന്നും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതും മഴവെള്ളം സംഭരിക്കുന്നതും ലക്ഷ്യമിട്ട് കേന്ദ്ര ജലശക്തി മന്ത്രാലയം ജലശക്തി യജ്ഞം ആരംഭിക്കുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബ്രസീൽ, അമേരിക്ക, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ 19 ഉപഗ്രഹങ്ങളും വഹിച്ചുകൊണ്ട് PSLV C-51 റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ബ്രസീലിന്റെ 673 കിലോഗ്രാം ഭാരമുള്ള ആമസോണിയ 1 ഉപഗ്രഹമാണ് ആദ്യം ഭ്രമണപഥത്തിൽ എത്തിയത്. 2021 ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൌത്യമാണ് ഇത്. രാജ്യത്തെ കളിപ്പാട്ട നിർമ്മാണ മേഖലയ്ക്ക് ഊർജ്ജം പകരുന്നത് ലക്ഷ്യമിട്ട് ഇന്നലെ ആരംഭിച്ച ദേശീയ കളിപ്പാട്ട മേളയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇന്ത്യ ടോയ് ഫെയർ 2021 എന്ന പേരിലുള്ള മേളയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്നലെ തുടക്കം കുറിച്ചത്. കളിപ്പാട്ട നിർമ്മാണ മേഖലയിലുള്ള സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നിവ മേളയുടെ ലക്ഷ്യങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ചെറുതും വലുതുമായ നിരവധി സംരംഭകരാണ് മേളയിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് നാളെ മുതൽ രണ്ടാംഘട്ട കോവിഡ്-19 വാക്സിനേഷനുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ പൌരന്മാർക്കും 45-നും 59-നും ഇടയിൽ പ്രായമുള്ള മറ്റ് രോഗബാധിതർക്കുമാണ് രജിസ്ട്രേഷൻ. കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രമോഹൻ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികൾക്ക് പുറമെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും വാക്സിൻ എടുക്കാനുള്ള സൌകര്യം ഒരുക്കും. സർക്കാർ ആശുപത്രികളിൽ വാക്സിനേഷൻ സൌജന്യമാണ്. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൌകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കോവിൻ പോർട്ടൽ വഴിയും ആരോഗ്യ സേതു ആപ്പ് വഴിയും പൊതുജനങ്ങൾക്ക് കോവിഡ് വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യാനാകും. രജിസ്ട്രേഷൻ സമയത്ത് ഗുണഭോക്താവിന്റെ ഫോട്ടോ ID കാർഡിലുള്ള അടിസ്ഥാന വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. രജിസ്ട്രേഷൻ വേളയിൽ കോവിഡ് വാക്സിനേഷൻ സെന്ററുകളുടെ പട്ടികയും ഒഴിഞ്ഞ സ്ലോട്ടുകൾ ലഭ്യമാകുന്ന തീയതിയും കാണാനാകും. അതനുസരിച്ച് ലഭ്യമായ സ്ലോട്ടുകൾ അടിസ്ഥാനമാക്കി ബുക്ക് ചെയ്യാം. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് പരമാവധി 4 ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും. ഗുണഭോക്താവിന്റെ പ്രായം 45 വയസ്സ് മുതൽ 59 വയസ്സ് വരെയാണെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് സ്ഥിരീകരിക്കണം. രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ടോക്കൺ ലഭിക്കും. ഓപ്പൺ സ്ലോട്ടുകളുടെ വിശദാംശങ്ങളും കോവിനിൽ പ്രസിദ്ധീകരിക്കും. ഏതൊരു ഗുണഭോക്താവിനും അവരുടെ മുൻഗണനയും സൌകര്യവും നോക്കി ഒരു സ്ലോട്ട് തിരഞ്ഞെടുക്കാനും ബുക്ക് ചെയ്യാനും കഴിയും. ആദ്യ ഡോസ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ രണ്ടാം ഡോസിനുള്ള തീയതി ലഭിക്കും. വാക്സിൻ എടുക്കാനായി വാക്സിനേഷൻ കേന്ദ്രത്തിൽ പോകുമ്പോൾ ആധാർ കാർഡോ മറ്റ് അംഗീകൃത ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡോ കരുതണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് ഇന്ന് 3254 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 62,769 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 5.18% രോഗസ്ഥിരീകരണം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 15 മരണവും കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 4197 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 2979 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 4333 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇനി 49,420 പേരാണ് ചികിത്സയിൽ ഉള്ളത്. ഇന്ന് 2 പ്രദേശങ്ങളെ ഹോട്ട് സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 367 ഹോട്ട് സ്പോട്ടുകളാണ് ഉള്ളത്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 555 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 176 പേരാണ്. 6 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 3037 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. എറണാകുളം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കുള്ള കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നാളെ ആരംഭിക്കും. 18 ബ്ലോക്കുകൾക്ക് കീഴിലായി 117 വാക്സിനേഷൻ കേന്ദ്രങ്ങളിലൂടെയാണ് എല്ലാ ജീവനക്കാർക്കും കുത്തിവയ്പ് നൽകുന്നത്. കണ്ണൂർ ജില്ലയിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള കോവിഡ്-19 വാക്സിനേഷൻ നാളെ മുതൽ. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ ജില്ലയിലെ രജിസ്റ്റർ ചെയ്ത മുന്നണി പോരാളികളായ റവന്യൂ, പോലീസ്, തദ്ദേശ സ്വയംഭരണം, മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള കോവിഡ്-19 വാക്സിനേഷൻ നാളെ മുതൽ നൽകും. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഗവൺമെന്റ് ജീവനക്കാർ വാക്സിൻ കേന്ദ്രങ്ങളിൽ നിന്ന് വാക്സിൻ സ്വീകരിക്കേണ്ടതാണ്. ആദ്യഘട്ടത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത് വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. അടുത്ത ഘട്ടം മുതൽ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിൻ ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ജില്ലാ ആരോഗ്യ
വകുപ്പ് നടത്തിവരികയാണ്. പൊതുജനങ്ങൾ ഗവൺമെന്റ് നിർദ്ദേശിച്ച കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം വാക്സിൻ സ്വീകരിക്കാൻ. വാക്സിൻ എടുക്കാനായി വാക്സിനേഷൻ കേന്ദ്രത്തിൽ പോകുമ്പോൾ അംഗീകൃത ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് കരുതണം. 45 മുതൽ 59 വയസ്സുവരെയുള്ളവർ ഒരു രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ ഒപ്പിട്ട കോമോർബിഡിറ്റി സർട്ടിഫിക്കറ്റ് വാക്സിനേഷൻ കേന്ദ്രത്തിൽ സമർപ്പിക്കേണ്ടതാണ്. രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചവരുടെ എണ്ണം 1,43 ലക്ഷം കടന്നു. മുതിർന്ന പൌരന്മാർക്കും 45 വയസ്സിന് മേൽ പ്രായമുള്ള മറ്റ് രോഗമുള്ളവർക്കും നാളെ മുതൽ പ്രതിരോധ കുത്തിവയ്പ് നൽകും. അതിനിടെ രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 97.10%. ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകൾ നാളെ തുടങ്ങും. മാർച്ച് 5-ന് അവസാനിക്കുന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയം വേഗം പൂർത്തിയാക്കി 10-ന് ഉത്തരക്കടലാസുകൾ വിതരണം ചെയ്യും. മാർച്ച് 17 മുതൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് രാവിലെയും SSLCക്ക് ഉച്ചയ്ക്കുമാണ് പൊതുപരീക്ഷ നടക്കുക. PSC LGS റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. മന്ത്രി AK ബാലനുമായി നടത്തിയ ചർച്ചയിൽ അനുകൂല തീരുമാനം ഉണ്ടായതിനെ തുടർന്നാണ് PSC ഉദ്യോഗാർത്ഥികൾ തീരുമാനം അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ആലോചിച്ച ശേഷം ആവശ്യങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയെന്ന് ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധികൾ പ്രതികരിച്ചു. സർക്കാരിന്റെ നയപരിപാടികൾക്കനുസരിച്ച് സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ നടപടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഡോക്ടർ VP ജോയ് പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥാനമൊഴിയുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത അദ്ദേഹത്തെ അനുമോദിച്ചു. അതിനിടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി വിശ്വാസ് മേത്ത നാളെ ചുമതലയേൽക്കും. രാവിലെ 10 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പാലക്കാട് പതിപ്പിന് നാളെ തുടക്കമാകും. മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല മാർച്ച് 2-ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു. സംയുക്ത വാഹന പണിമുടക്ക് കണക്കിലെടുത്താണ് തീരുമാനം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന ധാരണാപത്രം ഒപ്പിടലിൽ ആസൂത്രിതമായ ഗൂഢാലോചന ഉണ്ടെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. ഇത് പുറത്തുകൊണ്ടുവരാൻ നിയമപരമായ അന്വേഷണമാണ് വേണ്ടത്. കുറ്റവാളികളെ പുറത്തുകൊണ്ടുവരാൻ ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് കഴിയില്ലെന്നും ശ്രീ മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഗൂഢാലോചന നടത്തിയതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കരാറിൽ N പ്രശാന്തിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചത് ചെന്നിത്തലയാണെന്നും മന്ത്രി ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള LDFന്റെ പ്രചാരണ വാക്യം പുറത്തിറക്കി. ഉറപ്പാണ് LDF എന്നാണ് പുതിയ പ്രചാരണ വാക്യം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്തിയെന്നത് സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള അടവ് മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആലോചിച്ച് വേണ്ടത് ചെയ്യുമെന്ന സർക്കാരിന്റെ അവകാശവാദം തട്ടിപ്പാണ്. ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇനി ഒരു കാര്യവും ചെയ്യാൻ ഈ സർക്കാരിന് കഴിയില്ല. യാതൊരു ആത്മാർത്ഥതയും സർക്കാരിന് ഈ വിഷയത്തിൽ ഇല്ലായിരുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഒത്തുതീർപ്പ് നാടകമെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ മുന്നണികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുന്നു. 2ാം ഘട്ട ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം നാളെ മുതൽ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയിലേക്ക് കടക്കാനാണ് CPM തീരുമാനം. UDFലും ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ബുധനാഴ്ച സീറ്റ് വിഭജനം പൂർത്തിയാക്കി നേതാക്കൾ ഡൽഹിയിലേക്ക് പോകും. മാർച്ച് 10-നകം സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലാണ് BJPയുടെ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിലവിൽ വന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം വയനാട് ജില്ലയിൽ കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ADM T ജനിൽകുമാർ നോഡൽ ഓഫീസറായി മീഡിയ കമ്മ്യൂണിക്കേഷൻ സ്ക്വാഡ് രൂപീകരിച്ചു. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലും ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ബഹിരാകാശ സാങ്കേതികവിദ്യ ഏതെങ്കിലും രൂപത്തിൽ രാജ്യത്തെ എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര ബഹിരാകാശ വകുപ്പ് സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ജമ്മു സർവകലാശാലയിൽ ദേശീയ ശാസ്ത്ര ദിനത്തിൽ വിദ്യാഭ്യാസം, നൈപുണ്യം, തൊഴിൽ എന്നിവയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഭാവി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു മന്ത്രി. സ്മാർട്ട് സിറ്റി പദ്ധതികൾ, കാർഷിക രംഗം, റിമോട്ട് സെൻസിംഗ്, റെയിൽവേ, ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ സ്വാധീനം വ്യക്തമാണ്. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കുന്നതിന്റെ വക്കിലാണ് രാജ്യം എത്തി നിൽക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഒറ്റത്തവണ മാത്രം കുത്തിവയ്ക്കുന്ന ജോൺസൺ ആന്റ് ജോൺസന്റെ കോവിഡ് പ്രതിരോധ വാക്സിന് US ഫുഡ് ആന്റ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അംഗീകാരം. അമേരിക്കയിൽ അംഗീകാരം ലഭിക്കുന്ന 3ാമത് കോവിഡ് വാക്സിനാണ് ഇത്. പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നുണ്ടെങ്കിലും ലോകത്ത് 2 കോടിയിലധികം ആളുകൾ ഇപ്പോഴും കോവിഡിന്റെ പിടിയിലാണെന്ന് കണക്കുകൾ. കോവിഡ് മുക്തി നേടിയവരുടെ എണ്ണം 9 കോടി കവിഞ്ഞു. 25 ലക്ഷത്തിലധികം പേർ ലോകത്ത് കോവിഡ് മൂലം മരണമടഞ്ഞു. ബംഗളൂരുവിൽ നടന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ ബീഹാറിനെതിരെ കേരളത്തിന് 9 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ബീഹാർ 40.2 ഓവറിൽ 148 റൺസിന് എല്ലാവരും പുറത്തായി. 149 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ കേരളം 9 ഓവറുകൾക്കുള്ളിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കാണുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന ഹൈദരാബാദ് ഗോവ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു. മുംബൈ സിറ്റി ATK മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ആദ്യ പകുതി പിന്നിടുമ്പോൾ ATK മോഹൻ ബഗാനെതിരെ മുംബൈ സിറ്റി 2 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.